എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. 2 കവർ പാലും കുറച്ച് സേമിയ ഉണ്ടെങ്കിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഭയങ്കര എളുപ്പമാണ് കേട്ടോ. വർക്കും വഴറ്റും ഒന്നും ചെയ്യാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അസാധ്യ ടേസ്റ്റിലുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. ഇവിടെയൊക്കെ ഉണ്ടാക്കുന്നൊരു സേമിയ പായസമാണ് കേട്ടോ. ഖീർ കല്യാണത്തിനൊക്കെ വിളമ്പുന്ന രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഉണ്ട്. ഒരൊറ്റ പാത്രം മാത്രം മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട്, നെയ്യ് പോലും ചേർക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ ഡെസേർട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു പാനോ സോസ് പാനോ എടുക്കാം. അതിലേക്ക് 2 കവർ പാല് ചേർത്ത് കൊടുക്കാം. 1 ലിറ്റർ പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഫുൾ ക്രീം പാലെടുക്കുകയെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ചില പാത്രത്തിൻ്റെയൊക്കെ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പാലൊന്ന് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏറ്റവും ചെറിയ മധുരത്തിലാണ് നമ്മൾ 1/2 കപ്പ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ മധുരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് വരെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് അലുത്തതിന് ശേഷം നമ്മുടെ പാലൊന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പാലൊന്ന് കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/4 കപ്പും 2 ടേബിൾ സ്പൂണും സേമിയ ചേർത്ത് കൊടുക്കാം. വറുത്ത സേമിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് സേമിയ ഇല്ലയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കുക. എല്ലായിടത്തും നമുക്ക് റോസ്റ്റഡ് സേമിയ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നെയ്യിൽ വറുക്കട്ടെ ഒന്നും ആവശ്യമില്ല. സേമിയ ചേർത്ത് കൊടുത്താൽ ഇളക്കുന്ന കാര്യം വിട്ടുപോകരുത്. കാരണം സേമിയ ചേർത്താൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ സേമിയ കുക്ക് ചെയ്തെടുക്കുന്നത്. സേമിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ ഇത് നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് കുറച്ച് കസ്റ്റേർഡ് പൗഡർ ഒന്ന് കലക്കി വെക്കാം. അതിനായിട്ട് നമ്മൾ തണുത്ത പാല് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 25 ഗ്രാമിൻ്റെ ഒരു സാഷ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 25 ഗ്രാം എന്ന് പറയുന്നത് കറക്റ്റ് 2 ടേബിൾ സ്പൂണാണ്. ടീസ്പൂണല്ല, ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് നമുക്ക് നല്ലപോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂടുപാലല്ല, തണുത്ത പാലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ സേമിയ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം എടുത്തൊന്ന് കഴിച്ച് നോക്കുക. അപ്പോൾ നല്ല കുക്കായതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കസ്റ്റേർഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇളക്കിക്കൊണ്ട് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട്. കസ്റ്റേർഡ് മിൽക്ക് ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് കട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ നിർത്താതെ ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് നമ്മളതൊന്ന് ഇളക്കി എടുക്കുമ്പോഴത്തേക്കും തന്നെ നല്ല കുറുകി വരും. നിങ്ങൾക്ക് എത്രയാണോ ഇത് കുറുക്കിയെടുക്കേണ്ടത് അത്രയും കുറുക്കിയെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. ഇവിടെയൊക്കെ നല്ല ക്രീം പോലെയാണ് ആക്കിയെടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു കുറച്ച് ലൂസായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടെ കുറുകി കിട്ടും. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് ചോപ്ഡ് ആയിട്ടുള്ള ആൽമണ്ട്സോ അല്ലെങ്കിൽ കാഷ്യൂ നട്ട്സോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂ നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പായസം കുടിക്കുന്നതിലൊക്കെ കുടിക്കാവുന്നതാണ്. അതിനേക്കാട്ടിലും ടേസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോഴാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്നൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നല്ല ഐസ്ക്രീം പോലെ ഇരിക്കും. ആ ഒരു മണമൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് ചോപ്ഡ് ആയിട്ടുള്ള ആൽമണ്ട്സോ പിസ്താഷ്യോസോ ഒക്കെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല മണമൊക്കെയുള്ള നല്ല ഐസ്ക്രീം പോലത്തെ ഒരു അടിപൊളി സേമിയ ഖീറാണ്, ഒരു സേമിയ മധുരം. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.